ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ ഒരു കലവറയാണ്. ഒരു സെയിൽസ്മാന് പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ അഭിമുഖീകരിക്കേണ്ടി വരും. സമ്മിശ്രമായ പ്രതികരണങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇതിലേറ്റവും രസകരമായ ഒരു അനുഭവമാണ്, എത്ര നല്ല നിക്ഷേപ പദ്ധതിയാണെങ്കിലും, അത് ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് നിക്ഷേപ പദ്ധതിയാണെങ്കിലും, അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പല്ലും നഖവും എടുത്ത് ആ പദ്ധതി നഷ്ടമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അയാൾ പറയും, ഈ പൈസ സ്വർണത്തിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എത്രയോ ലാഭമുണ്ടാക്കാമായിരുന്നു, ഇത് നഷ്ടമാണ് എന്നല്ല. കസ്റ്റമറുടെ ആ ഒരു വാക്ചാതുര്യത്തിൽ, അയാളുടെ വാദമുഖങ്ങളുടെ മുമ്പിൽ പലപ്പോഴും സെയിൽസ്മാന് നിരായുധനായി മാറും. അങ്ങനെ തോൽവി സമ്മതിച്ച് അയാൾ തിരികെ പോയെന്നും വരും. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, ആ കസ്റ്റമർ വർഷങ്ങൾ കൊണ്ട് സ്വർണത്തിലും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലും പണം നിക്ഷേപിച്ച് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടാകും, കോടീശ്വരനായിട്ടുണ്ടാകും എന്നെല്ലാം. എന്നാൽ ഒരു 20 വർഷത്തിന് ശേഷം ഇതേ കസ്റ്റമറുടെ അടുത്ത് ഇതേ സെയിൽസ്മാൻ ചെന്ന് അയാളോട്, നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും എന്തുമാത്രം പണം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞാനൊന്നും ആരംഭിച്ചിട്ടില്ല, ഞാനിപ്പോഴും അതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് എന്ന് പറയും. 20 വർഷത്തിന് ശേഷമാണ് ഈ പഠനം തുടരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ പ്രതികരണത്തിൻ്റെ മുമ്പിൽ പിന്നിലുള്ള ഛേദോവികാരം? കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ വരുന്ന സെയിൽസ്മാനെ ആക്രമിച്ച് അയാളുടെ വാദമുഖങ്ങളെയെല്ലാം തോൽപ്പിച്ച് അയാളെ അടിയറവ് പറയിപ്പിക്കുക, അതാണ് കസ്റ്റമറുടെ ഒരു ലഹരി എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു നിക്ഷേപ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി അല്ലെങ്കിൽ ലാഭമുണ്ടാക്കി, അതൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും ലഹരി തരുന്നില്ല. ലഹരി കൺമുമ്പിൽ വന്നെത്തുന്ന ഓരോ സെയിൽസ്മാനെയും ഇതേപോലെ വാദമുഖങ്ങൾ കൊണ്ട് നിഷ്പ്രഭനാക്കി തോൽപ്പിച്ച് മടക്കി അയക്കുക. അപ്പോൾ ഈ 20 വർഷം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അയാൾ ഒരിക്കലും ഒരു നിക്ഷേപ പദ്ധതിയും ആരംഭിച്ചിട്ടില്ല, ഇനിയോട്ട് ആരംഭിക്കുകയുമില്ല. കാരണം അയാളുടെ ലഹരി സെയിൽസ്മാനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നീടും അയാളുടെ അടുത്ത് വരുന്ന സെയിൽസ്മാനെ അയാൾ ഈ രീതിയിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.